എല്ലാവർക്കും നമ്മുടെ മോട്ടോ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ kuriachira mobikes എന്നുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 69 വർഷത്തിലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകണം വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം തിരക്കുമ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി വന്ന് നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കൊണ്ടുപോയ സ്ഥലത്ത് അവിടെ ചെറിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരു സ്ഥലം നോക്കി വന്ന് നോക്കുകയാണ്, നമ്മുടെ വണ്ടി ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയിട്ട്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നമ്മുടെ റിവ്യൂ എടുത്ത് അവസാനിപ്പിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂലേക്ക് പോകാം. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് തന്നെ എടുത്ത് നോക്കി വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള വിൻഷീൽഡും അതുമാതിരി തന്നെ രണ്ട് വശങ്ങളിലേക്ക് നിൽക്കണ മിറേഴ്സാണ് നമ്മുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല കുഴപ്പമില്ല, അദ്ദേഹത്തിന് വലിപ്പമുള്ള വിൻഷീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൻ ബ്ലാസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസും ഭയങ്കര കുറവാണ് കേട്ടോ. അതുമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LED DRLs ആണ്. അതുമാതിരി തന്നെ LED ലൈറ്റാണ് നമ്മുടെ ഫ്രണ്ടിൽ ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത്. അതുമാതിരി തന്നെ ഈ സെൻറ്ററിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു ഹോൾ പോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡെമ്മിയാണ്, ഇതൊക്കെ അടച്ചു വെച്ചൊക്കെയാണ്, ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. ഈ ഹെഡ് ലൈറ്റിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് അത്ര വലിയ കാര്യമായിട്ടുള്ള ബ്രൈറ്റ്നസ് എന്ന് തോന്നുന്നില്ല കമ്പയർ ചെയ്ത് നമ്മുടെ MT-15 വെച്ച് നോക്കുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MT-15 ഒരു ചെറിയൊരു പ്രൊജക്റ്റ് ഹെഡ് ലാമ്പായിട്ട് കൂടി അതിന് ഇതിനേക്കാളും നല്ല വെട്ടുണ്ടെന്നാണ് എനിക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു ആൾക്കാരിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിനിപ്പോൾ വെളിച്ചം കുറവാണെന്നല്ല പറയണേ, അത്യാവശ്യം വെളിച്ചമുണ്ട്, പക്ഷേ വശങ്ങളിലേക്കുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് കുറവാണ്. കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഇത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ സസ്പെൻഷൻ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ടെലസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ. അതുമാതിരി തന്നെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 252 mm ആണ് നമ്മുടെ ഫ്രണ്ടിലെ ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 17 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് അലോയ്സാണ് നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് ടയറിൻ്റെ സൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 ആണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ സൈസ്. പിന്നെ വണ്ടി ഡുവൽ ചാനൽ ABS ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ABSൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടൊരു മീറ്ററാണ്. നമുക്ക് ചാവി ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മുടെ മീറ്ററിൻ്റെ ഭാഗം വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് വാണിംഗ് ലാംപ്സൊക്കെ നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്തുണ്ട്. കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമുള്ള ഈ മീറ്റർ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രൽ ലൈറ്റ് കത്തിക്കാൻ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ തൊട്ടടിയിൽ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എഞ്ചിൻ കിൽസച്ചിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡ് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ തന്നെ ഡിമ്മും ബ്രൈറ്റിനും കൂടിയിട്ടുള്ളൊരു വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ടടിയിൽ ABSൻ്റെ ഒരു വാണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതുമാതിരി തന്നെ മുകളിലാണ് നമ്മുടെ VVയുടെ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. വേരിയബിൾ വാല്യൂ ആക്ച്വേഷൻ്റെ ലൈറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ മുകളിലാണ്. അതൊരു 6000 RPM മുകളിൽ കയറുമ്പോഴാണ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുക. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ മീറ്ററിൻ്റെ ഭാഗത്ത് ഈ സൈഡിൽ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ ഗിയർ പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡിജിറ്റലായിട്ടുള്ള നമുക്ക് RPM മീറ്റർ വന്നിട്ടുണ്ട്. അതുമാതിരി തന്നെ സ്പീഡോമീറ്റർ. പിന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ അതുമാതിരി തന്നെ മീറ്ററിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആവറേജ് കിലോമീറ്റർ കാണിക്കും. അതുമാതിരി തന്നെ ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ട്രിപ്പ് 1, ട്രിപ്പ് 2, പിന്നെ ട്രിപ്പ് F. ഇപ്പോൾ നമ്മുടെ വണ്ടി ട്രിപ്പ് Fലാണ്. പെട്രോളും കാര്യങ്ങളൊക്കെ കുറയുമ്പോൾ ഓൾറെഡി നമ്മുടെ മോഡ് ട്രിപ്പ് Fലേക്ക് ഡയറക്റ്റ് പോകും. അപ്പോൾ വണ്ടി നമ്മുടെ കിടക്കുന്നത് ട്രിപ്പ് F എന്ന് പറഞ്ഞൊരു മോഡിലാണ്. ഈ വിൻഷീൽഡിൻ്റെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മീറ്റർ നോക്കണം, അല്ലെങ്കിൽ മീറ്ററിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഴ അങ്ങനെ വെതർ ഇഷ്യൂസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിൻഷീൽഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മീറ്ററിലേക്ക് ഈ മഴ പെയ്യുകയാണെങ്കിലും അതൊന്നും ഈ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരില്ല. പിന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത വിധത്തിൽ 2 മിറേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ വരെ നമ്മുടെ കൈ തന്നെയാണ് കാണാനുള്ളത് വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ. മിററിൻ്റെ വിസിബിലിറ്റി എനിക്ക് അത്രയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ബാസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. സ്വിച്ചുകളുടെ കേസ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നിലവാരമുണ്ടെന്ന് തന്നെ സ്വിച്ചിൻ്റെ ഭാഗത്തും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിൻ കട്ട് ഓഫിൻ്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട്. അതുമാതിരി തന്നെ സെൽഫ് ബട്ടൺ. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഡിമ്മും റൈറ്റും അതുമാതിരി തന്നെ ഇതിൻ്റെ കൂടെയാണ് പാസ് ലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഹോണിപ്പോൾ നമ്മൾ BS4 BS6ലേക്ക് വന്നപ്പോൾ ഹോണ് ഡുവൽ ഹോണായിട്ടുണ്ട്. അപ്പോൾ BS4 വണ്ടിക്ക് ഒറ്റ ഹോൺ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ BS6 ആയി ഇപ്പോൾ ഡുവൽ ഹോൺ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തോന്നിക്കുന്നത് ഇതിനാണ്
ഹോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടാങ്കിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മസ്കുലർ ലുക്കൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് നമ്മുടെ ടാങ്കിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ 11 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും യമഹയുടെ ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടാങ്കിൻ്റെ മുകളിൽ, നോക്കിയാൽ കാണാൻ പറ്റും. അതുമാതിരി തന്നെ ഇവിടെ ഫ്രണ്ടിൻ്റെ ഭാഗത്തൊരു ചെറിയൊരു എയർ വെൻ്റ് പോലെ തോന്നിക്കുന്ന ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ക്വാളിറ്റി എനിക്ക് അത്ര വലിയ കാര്യമായിട്ടുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റി തോന്നുന്നില്ല, പക്ഷേ ഫിനിഷിങ് കാര്യങ്ങളും കട്ടിങ്ങൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫെക്ഷനിൽ തന്നെയാണ് നമ്മുടെ ഫിനിഷിങ്ങും ഇതൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഒരു മീഡിയം ടൈപ്പുള്ള സീറ്റ് തന്നെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, അത്തരത്തിലുള്ള ഈ മെറ്റീരിയലും ചെറിയൊരു കട്ടി എനിക്ക് തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, ഒരു മീഡിയം സോഫ്റ്റ്നെസ്സാണ് സീറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. നമുക്ക് പിന്നെ നമ്മൾ പില്ലിയൻ സീറ്റ് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പില്ലിയൻ സീറ്റ് വലിയ കംഫർട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മുടെ ബാക്ക് സൈഡ് വണ്ടിയിൽ ഓൾറെഡി വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പിന്നിൽ ഗ്രാബ് റെയിലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നിൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വെച്ച് കൊണ്ട് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സപ്പോർട്ട് എന്ന് പറയാനായിട്ട് അവർക്ക് പിടിക്കാനായിട്ടുള്ള ഗ്രാബ് റെയിലും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇതുമേക്ക് പിടിച്ച പൊട്ടിപ്പോകും, കാരണം ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതാണ്. അപ്പോൾ പില്ലിയനൊരു കംഫർട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വല്ല റൈഡർ ചങ്കത്തേക്ക് ഉണ്ടെങ്കിൽ വണ്ടീനെ കുറിച്ച് കുറച്ച് ക്രേസ് ഉള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാനായിട്ട് കുറച്ചും കൂടി രസമുണ്ടാവും. അപ്പോൾ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു പോർഷൻ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ സീറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അതുമാതിരി തന്നെ സൈഡിൽ ഇവിടെ വെർഷൻ 3.0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. നമ്മൾ സൈഡിലേക്ക് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫെയറും കാര്യങ്ങളൊക്കെ R15 വെർഷൻ 3 വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. വെർഷൻ 3 ഗ്രാഫിക്സിലൊക്കെ കുറച്ച് ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ടർ ഗ്രേ ആണ്. അതിലിപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു സിൽവറും റെഡ് കോമ്പിനേഷനിലാണ് നമ്മുടെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അണ്ടർ ഷീൽഡുമ്പോൾ തന്നെ യമഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാഡ്ജിങ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, ഓക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ചെറിയൊരു തട്ടൊക്കെ തട്ടിയാൽ അപ്പോൾ തന്നെ സ്പോട്ടിൽ പൊട്ടിപ്പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ സൈഡ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 155 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾഡ് 4 വാൽവ് SOHC എഞ്ചിനാണ് നമ്മുടെ യമഹയുടെ വെർഷൻ 3 വന്നിട്ടുള്ളത്. സെയിം തന്നെ VVA ടെക്നോളജി ഉള്ള സെയിം എഞ്ചിനാണ് അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. VVA എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ. ഇതേ സെയിം എഞ്ചിനും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ യമഹയുടെ MT15 വന്നിട്ടുള്ളത്. 10,000 RPM മാക്സിമം പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18.6 PS ആണ് വണ്ടിയുടെ മാക്സിമം പവർ. അതുമാതിരി തന്നെ 8500 RPM 14.1 ന്യൂട്ടൺ മീറ്ററാണ് വണ്ടിയുടെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ BS4 നിന്ന് BS6 വന്നപ്പോൾ പവറിലും ചെറിയ കാര്യത്തിൽ ചെറിയ ഇതിൽ നല്ല ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുമ്പത്തെ വണ്ടിയിൽ പവർ വന്നത് 19.3 PS ആയിരുന്നു. അതുമാതിരി തന്നെ 18.6 ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു മുമ്പത്തെ വണ്ടിയിൽ ടോർക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു 7 PSൻ്റെ പവർ ഡ്രോപ്പും അതുമാതിരി തന്നെ ഒരു 6 ന്യൂട്ടൺ മീറ്ററിൻ്റെ ടോർക്കും നമുക്ക് പുതിയ BS6 വണ്ടിയിൽ കുറവ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വണ്ടി ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ അടിയിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിപ്പോൾ റേഡിയേറ്ററിന് വലിയ ഗാർഡോ പ്രൊട്ടക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതിപ്പോൾ ഒരു സിമ്പിളായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഭയങ്കര കൂടുതലാണ്, കാരണം അതിനൊരു ഗാർഡും പ്രൊട്ടക്ടറൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ കൂളൻ്റൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് കേട്ടോ. ഈ സൈഡിലാണ് നമ്മുടെ യമഹയുടെ തന്നെ MT15 വന്നിട്ടുള്ള പോലെ തന്നെ ഈ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ട്രാൻസ്മിഷൻ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ്. അതുമാതിരി തന്നെ വണ്ടി ചെയിൻ ഡ്രൈവാണ്. പിന്നെ സസ്പെൻഷൻ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോക്രോസ് സസ്പെൻഷനാണ് നമ്മുടെ ബാക്കിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം ഒരു ഹാർഡായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണ്. നമ്മൾ ബാക്ക് ടയർ നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ടയറിൻ്റെ സൈസ് വന്നിട്ടുള്ളത് 140-70 നമ്മുടെ ബാക്ക് ടയറിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ BS4 നിന്ന് BS6 വന്നപ്പോൾ വണ്ടിയുടെ ബാക്കിലും ഇപ്പോൾ റേഡിയൽ ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അതുമാതിരി തന്നെ നമ്മളിപ്പോൾ ഡിസ്കിൻ്റെ സൈസ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 220 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതുമാതിരി തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു വണ്ടി ഡുവൽ ചാനൽ ABS ആണ്. അപ്പോൾ ABSൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കൊടുത്തിട്ടുള്ളത്. നമ്മൾ ബാക്ക് സൈഡ് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ LED ടൈൽ ലാംപ്സാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതുമാതിരി തന്നെ അത്യാവശ്യം നല്ലപോലെ ഫ്രണ്ടിലേക്ക് ആഞ്ഞിട്ടാണ് നമ്മുടെ ടൈൽ അസംബ്ലിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ BS4 നിന്ന് BS6 ആക്കിയപ്പോഴും LED വരുന്നു വിചാരിച്ചാണ്, പക്ഷേ LED ഇൻഡിക്കേറ്റേഴ്സൊന്നും വന്നിട്ടില്ല. സാധാരണ ഹാലജൻ ബൾബ് ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതുമാതിരി തന്നെ ഇവിടെ 2 സൈഡിലായിട്ട് ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടയർ ഹഗ്ഗറും സൈഡ് ഗാർഡും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. നമ്മുടെ ടാങ്കിൻ്റെ ഒരു ലെവലിലാണ് നമ്മുടെ ഹാൻഡിൽ ബാർസ് കൊടുത്തിട്ടുള്ളത്. ഇത്രത്തോളം നമ്മൾ ഫ്രണ്ടിലേക്ക് ആഞ്ഞിട്ട് വേണം നമ്മുടെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ സീറ്റ് ഹൈറ്റ് പറഞ്ഞതാണ് 815 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 5.4 ആണ്. എന്നെ സംബന്ധിച്ച് 2 കാര്യം ഞാൻ വണ്ടിയിൽ കുത്തി നിൽക്കുന്നത് ഈ ഒരു ലെവലിലേക്കാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുമാതിരി തന്നെ 1325 mm ആണ് വണ്ടിയുടെ വീൽ ബേസ് വന്നിട്ടുള്ളത്. 170 mm ആണ് അതുമാതിരി തന്നെ നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത് കേട്ടോ.
ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് BS4 BS6 ആക്കിയപ്പോൾ വൈബ്രേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കുറഞ്ഞ മാതിരി എനിക്ക് വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എഞ്ചിനൊക്കെ കുറച്ചും കൂടി ഒന്ന് റിഫൈൻഡ് ആയ മാതിരിയാണ് ഫീൽ ചെയ്യണത് വണ്ടി ഓടിക്കുമ്പോൾ. അമേരിക്ക ക്ലച്ച് വീലിൻ്റെ ഭാഗത്തൊന്നും വലിയ കാര്യത്തിൽ മാറ്റമൊന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ BS4 വണ്ടിയുടെ പോലെ തന്നെയാണ് ക്ലച്ച് വീലും കാര്യങ്ങളൊന്നും ആയാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. വണ്ടി ഓടിച്ചു നോക്കണ സമയത്തായാലും വലിയ കാര്യത്തിലുള്ള ഹീറ്റിങ് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വണ്ടി കയറുന്നുണ്ട് കേട്ടോ. ഇനീഷ്യൽ പെർഫോമൻസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത 150cc വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വണ്ടി കയറുന്നുണ്ട്. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് മെയിനായിട്ട് തോന്നുന്ന വേറൊരു കാര്യമാണ് വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഇഷ്ടപ്പെടണമെന്നില്ല അതിൻ്റെ പൊസിഷൻ. അപ്പോൾ പരമാവധി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് എല്ലാവരും എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പരമാവധി കുറച്ച് ദൂരം ഓടിച്ച് നോക്കിയിട്ട് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ലോങ് പോകുകയാണെങ്കിൽ നമുക്ക് സിറ്റുവേഷനൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് കംഫർട്ടായിട്ട് തോന്നുന്നില്ല. റൈഡിങ് പൊസിഷൻ അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ സാധാരണ ഒരു വണ്ടി നോർമൽ ഒരു വണ്ടി യൂസ് ചെയ്ത് തന്നാലാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടി വേണം, അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗി വേണം. എന്ന് വെച്ചാൽ ഒരുപാട് മാരകമായിട്ടുള്ള പവറും കാര്യങ്ങളൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം പവറൊക്കെ വേണം എന്നുള്ളവരാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ V3 എടുക്കണോണ്ട് വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും. വണ്ടിയുടെ ഫുഡ് പാക്കും കാര്യങ്ങളൊന്നും കറക്റ്റ് സെൻറ്ററിലല്ല വന്നിട്ടുള്ളത്, കുറച്ച് ബാക്കിലേക്ക് ഇറങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പോർട്ടിനെസ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് തോന്നും. നിങ്ങളിപ്പോൾ വണ്ടി ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സാധാരണ ഇപ്പോൾ ഒരു ബൈക്കൊക്കെ ഓടിച്ച് പഠിച്ചിട്ടുള്ളവരാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലപോലെ ഒന്ന് എടുത്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൊണ്ടുനടക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ V3 എന്ന് പറയുന്നത്. ഇപ്പോൾ BS4 BS6 വന്നപ്പോൾ തന്നെ വണ്ടിയുടെ വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്തായാലും തോന്നിയില്ല. പിന്നെ നമ്മൾ ടോപ്പ് എൻഡ് കയറ്റുമ്പോഴാണ് ചെറിയൊരു വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക. നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലായാലും സെക്കൻഡ് ഗിയറിലായാലും നമ്മളിപ്പോൾ ഏകദേശം RPM റെഡ് ലൈനോട് മുട്ടിക്കുമ്പോഴാണ് ചെറിയ തരത്തിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഫെയറിങ്ങിൻ്റെ ഭാഗത്തു നിന്നാലും ചെറിയ രീതിയിൽ തോന്നുക. അല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടില്ല. BS4 BS6 ആക്കിയപ്പോൾ പിന്നെ വന്നിട്ടുള്ളൊരു അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. മീറ്ററിൽ ആ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല, പക്ഷേ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ വണ്ടി 3 കളറിലാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ തണ്ടർ ഗ്രേ എന്ന് പറയുന്ന ഒരു കളറ്, അതുമാതിരി തന്നെ റേസിംഗ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറ്, പിന്നെയുള്ളത് ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്. ഇപ്പോൾ ഈ തണ്ടർ ഗ്രേക്കും റേസിംഗ് ബ്ലൂവിനും സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് 1,82,956 രൂപയാണ് ഈ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ ഡാർക്ക് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് കളറിനാണ് കുറച്ചും കൂടിയും പ്രൈസ് കൂടുതലുള്ളത്. അതിന് ഏകദേശം 1,84,105 രൂപയോളം അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ kuriachira മൊബൈക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമിൽ നിന്നാണ് നമ്മുടെ R15 വേർഷൻ 3 നമുക്ക് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ചേട്ടൻ Diljo എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ്. ആളാണ് അവിടുത്തെ സെയിൽസിൽ ആണ് ആൾ വർക്ക് ചെയ്യണത്. അപ്പോൾ വണ്ടീനെ സംബന്ധിച്ചുള്ള സെയിൽസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും ഡൗൺ പേയ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ നമ്പർ റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ.